സന്നിധാനത്തിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ ദിവസം 1000 വരെ പേഷ്യൻറ്റുകൾ വരാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ വരുന്ന ഒരു മസിൽ കാച്ച്, അല്ലെങ്കിൽ പിന്നെ കൈകാല് വേദന, അല്ലെങ്കിൽ ചെറിയ ഉഴുക്ക്, പിന്നെ സ്കിൻ ഡിസീസ്, ഇങ്ങനെയുള്ള കേസുകളാണ്. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതി വകുപ്പിൻ്റെ കീഴിലായിട്ട് ഇവിടെ സന്നിധാനത്ത് എല്ലാ സീസണിലും വകുപ്പിൻ്റെ പ്രത്യേക ഹോമിയോ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നതാണ്. സന്നിധാനത്തും ഉണ്ട്, പമ്പയിലും ഉണ്ട്. പൊതുവേ നമ്മൾ ഈ മല കയറി വരുന്ന ഭക്തർക്കായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സിക്കാനുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് മല കയറി വരുന്ന ഭക്തർക്ക് പെട്ടെന്ന് തണുപ്പടിച്ചുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ടുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ കൈകാല് വേദനകൾ, അങ്ങനെ പിന്നെ ചെറിയ പരിക്കുകൾ ഉണ്ടാകുന്നവരുണ്ടാവും, പിന്നെ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്ന സാംക്രമിക രോഗങ്ങളുണ്ടാകുന്നവരുണ്ടാവും. അതിനൊക്കെയുള്ള അടിയന്തര ചികിത്സയാണ് സാധാരണ നമ്മളിവിടെ നൽകി വരുന്നത്. ഞാൻ പഴകിയ അസുഖങ്ങൾക്കുള്ള ചികിത്സ സാധാരണ നൽകാറില്ല. അത് വേണ്ടി വന്നാൽ തന്നെ അതാത് അവരുടെ എന്താ പറയുക, അവരുടെ സ്ഥലത്ത് സമീപത്തുള്ളവരെ സമീപിക്കാനാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. പിന്നെ നമ്മൾ നൽകുന്ന സേവനങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ശബരിമലയിൽ നമ്മൾക്ക് ആവശ്യം വരുന്നത് എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധ മരുന്ന് വിതരണമാണ്. അതിൽ കൂടുതൽ ഹോമിയോപ്പതി വകുപ്പിന് പെട്ടെന്നുണ്ടാകുന്ന പകർച്ചപ്പനി, അല്ലെങ്കിൽ വയറിളക്ക രോഗങ്ങൾ, എന്തെങ്കിലും പകർച്ചവ്യാധികൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാ വകുപ്പുകളിലും, ഇവിടെ ശബരിമലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകളിൽ നിന്നുള്ള വകുപ്പ് മേധാവികളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള മേധാവികളുടെ റിക്വസ്റ്റ് പ്രകാരം, കത്ത് പ്രകാരം നമ്മൾ അവർക്ക് എണ്ണം കണക്കാക്കി പ്രതിരോധ മരുന്ന് സ്ഥാപനത്തിൽ നിന്ന് വിതരണം ചെയ്യാറുണ്ട്. അതാണ് ചെയ്യുന്ന മറ്റൊരു സേവനം. പിന്നെ നമുക്ക് ഇവിടെ പൊതുവെ ആയുർവേദത്തിൻ്റെ പോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, അതായത് ഓയിലുകളും ഓയിൻമെൻറ്റുകളുമൊക്കെ ഉണ്ടാകുന്ന വേദനയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മസിൽ വേദനകൾക്ക് അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്കായിട്ട് മരുന്നിന് പുറമെ നമ്മൾ നെബുലൈസേഷൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകം പെട്ടെന്നുള്ള ഒരു എന്താ പറയുക ആശ്വാസത്തിനായിട്ട് നെബുലൈസേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് സ്ഥിരം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുള്ളവർ ഇവിടെ വരുമ്പോൾ അത് കൂടുകയാണെങ്കിൽ അതിനുള്ള ചികിത്സയും എല്ലാം നൽകുന്നുണ്ട്. പൊതുവേ നല്ല രീതിയിലാണ് പമ്പയിലെയും സന്നിധാനത്തെയും ഒ.പികൾ പ്രവർത്തിക്കുന്നത്. ഒരു ഏകദേശം ആവറേജ് 100-നടുത്ത് രോഗികൾ എല്ലാ ദിവസവും വന്ന് പോകാറുണ്ട്. 24 മണിക്കൂറുമാണ് പ്രവർത്തനം. നമ്മുടെ സ്റ്റാഫാണെങ്കിലും നമ്മുടെ മരുന്നുകളാണെങ്കിലും എല്ലാം സംവിധാനങ്ങളെല്ലാം സജ്ജമാണ്. പോരായ്മകളൊന്നും ഇല്ലാതെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഇപ്പം നമ്മൾ മണ്ഡലം തുടങ്ങിയപ്പോൾ മുതൽ സേവനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു 28,000-ഓളം രോഗികൾ ഇപ്പോൾ ഒ.പി സേവനം തേടിയിട്ടുണ്ട് ഇന്നത്തെ കണക്ക്. ഇപ്പം തിരക്ക് കുറേശ്ശെ കൂടി വരുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ദിവസം ഒരു 1000-1200 ആവറേജ് ഒ.പി ആണ് ഇവിടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവേ തിരക്ക് കൂടുന്നുണ്ടെങ്കിലും അസുഖങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നില്ല. ഈ മഴ മാറിയതുകൊണ്ട് പനിയും അതുപോലത്തെ URI, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അങ്ങനത്തെ ഇതൊക്കെ കുറവുണ്ട്. ഒരു കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അതിലൊക്കെ ഒരു ഗണ്യമായ കുറവ് കാണുന്നുണ്ട്, മഴ മാറി വെയിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്. പിന്നെ അതുകൂടാണ്ട് എമർജൻസി കേസുകൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു കേസൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ മൊത്തം മണ്ഡല സീസണിനിടയ്ക്ക് ഒരു 15ഓളം കേസ്, 14 കേസ് നമ്മൾ ഇവിടെ നിന്ന് റെഫർ ചെയ്ത് താരോട്ട് വിട്ടിട്ടുണ്ട്, ആവശ്യമുള്ള മരുന്നൊക്കെ ചെയ്ത്. പിന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല. പൊതുവേ എല്ലാവരും ചികിത്സ തേടുന്നത് കൂടുതലും ഈ ഒരു മല കയറുമ്പോൾ ഒരു ക്ഷീണം, കാലുവേദന, അങ്ങനത്തെയാണ് പൊതുവെ മൊത്തത്തിലുള്ള കൂടുതലും പേഷ്യൻസ്. കൂടുതലും ആണുങ്ങൾ തന്നെയാണ് രോഗികളായിട്ട് വരുന്നത്. സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്കിപ്പം അഡിക്കേറ്റാണ്. ആവശ്യത്തിന് ഉള്ള ജീവനക്കാർ എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിലും, നഴ്സിംഗ് സ്റ്റാഫാണെങ്കിലും, ലാബ് ടെക്നീഷ്യന്മാരാണെങ്കിലും, ഫാർമസിസ്റ്റ്, അറ്റൻഡർമാർ, ഇവരെല്ലാം അഡിക്വേറ്റായിട്ട് തന്നെയുണ്ട്. ഇപ്പം തിരക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്. പൊതുവേ ഒരു തൃപ്തികരമായ സേവനമാണ് കൊടുക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതുവരെ അങ്ങനെ പൊതുവേ പരാതികളൊന്നും ഉയർന്നിട്ടില്ല ആരോഗ്യമേഖലയിൽ ചുറ്റിപ്പറ്റി. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഫീൽഡ് സ്റ്റാഫുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറും ചേച്ചിയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അടങ്ങുന്ന ഫീൽഡ് സ്റ്റാഫും ഒക്കെ ഉണ്ട്. അവർ ഇവിടുത്തെ സന്നിധാനവും പരിസരങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഹോട്ടൽ ഇൻഫെക്ഷൻ നടക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഈ കൊതുക് നിവാരണ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഫോഗിങ്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവേ, ഫീവർ സർവേയും ഹോട്ടൽ സെഷനും എല്ലാം നടക്കും.